ഹായ് ഫാമിലി, നമുക്കിന്നൊരു വെറൈറ്റിക്ക് പച്ചമാങ്ങ രസം വെച്ചാലോ. ഞാൻ നല്ല പുളിപ്പുള്ള ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അത് മൊത്തം വേണ്ട, നമ്മുടെ ആളുടെ എണ്ണം അനുസരിച്ച് ഞാൻ അതിൻ്റെ കുറച്ച് തോല് നന്നായിട്ട് ചീവി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനൊരു ചോപ്പർ എടുത്തു. അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന സാധനമല്ലേ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കൊത്തിയിരുന്നാലും മതി. ഇത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ ആ ഒരു ലെവലിൽ അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല പുളിയുള്ള മാമ്പഴമാണെങ്കിൽ രസത്തിന് ഒത്തിരി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ മാങ്ങയെല്ലാം ഗ്രേറ്റ് ചെയ്തു. പിന്നെ രസത്തിലേക്ക് ആവശ്യം നമ്മൾ നോർമൽ രസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. കൊച്ചുള്ളി, മല്ലിയില, വെളുത്തുള്ളി, വറ്റൽമുളക്, ഇതൊക്കെ. ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചു, അത് ചൂടാവട്ടെ. പിന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു Q&A. അതിൽ 2-3 പേര് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ ഞാൻ തരാം കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായി, ഞാൻ എണ്ണ ഒഴിച്ചു, പിന്നെ കടുക് പൊട്ടിച്ചു, ഉള്ളിയും വെളുത്തുള്ളിയും. ആദ്യം ഉള്ളിയിട്ട് ജസ്റ്റ് ഒന്ന് വാടിയിട്ടാണ് ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്യണം. വെളുത്തുള്ളി ഇത്തിരി താമസിച്ച് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ നല്ലൊരു മണവും കൂടെ അധികം കിട്ടും. ഞാൻ സാധാരണ ഇത് ഉള്ളിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വെളുത്തുള്ളി ഇടുന്നത്. അത് നന്നായി മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു കുഞ്ഞി കഷ്ണം തക്കാളി അരിഞ്ഞിട്ടു. പിന്നെ തക്കാളി അരിഞ്ഞിട്ടതിന് ശേഷമാണ് ഞാൻ വറ്റൽമുളക് ചേർക്കുന്നത്. കാരണം അത് ഞാൻ നന്നായിട്ട് ഉണക്കിയെടുത്ത വറ്റൽമുളകായിരുന്നു. അപ്പോൾ അത് എണ്ണയിലിട്ടാൽ പെട്ടെന്ന് അതൊന്ന് മൂത്ത് പോകും. അതുകൊണ്ട് ഞാൻ തക്കാളി ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് വറ്റൽമുളക് ഇട്ടേ. വറ്റൽമുളകും തക്കാളിയും അതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം ഞാൻ അതിലോട്ട് മാങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ കൂട്ടത്തിൽ ഞാൻ ഒരു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട്. എന്നിട്ട് മാങ്ങയിൽ നിന്ന് വഴണ്ട ശേഷം കുറച്ച് വെള്ളം, ആ മാങ്ങ വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്ന് തിളച്ച് ആ തിള മാറിയപ്പോഴത്തേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മല്ലിയിലയും. ഇത് ഇത്രയും കൂടെ തിളച്ചതിന് ശേഷമാണ് ഞാൻ കായപ്പൊടി ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. മാങ്ങയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ മൊത്തത്തിൽ ഉള്ള രസത്തിലായിട്ട് പിടിച്ചിട്ടില്ല. കുറച്ചുകൂടെ ഉപ്പിട്ടു. തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. രസം ഇറക്കാൻ നേരം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഞാനതിൽ പുളി ആഡ് ചെയ്തിട്ടില്ല. കാരണം പച്ചമാങ്ങയ്ക്ക് നല്ല പുളിപ്പുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പുളി ആഡ് ചെയ്യേണ്ട കാര്യമില്ല. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.